ആ ഒരു കാര്യത്തിൽ കൂടി നമുക്കൊരു ചെറിയൊരു വിശദീകരണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഘട്ടം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് ഇനി നമുക്ക് രാത്രി ആയതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അവസാനിപ്പിക്കുകയായിരുന്നു. ഏതാനും ഡെഡ് ബോഡികൾ നമ്മൾ കണ്ടെടുത്തിരുന്നു, അതും നമ്മൾ മറുകര എത്തിച്ചിട്ടുണ്ട്. തൽക്കാലം നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. കാര്യം രക്ഷാപ്രവർത്തകരുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കണം. ഇനിയൊരു ഉരുൾപൊട്ടലുണ്ടായാൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം പോലും ഒരു ഡേഞ്ചർ സോണിലാണുള്ളത്. ഇപ്പോൾ ഒഴുക്ക് ലേശം കുറഞ്ഞിട്ടുണ്ടേ ഉള്ളൂ അല്ലേ? രാവിലത്തെക്കാളും ലേശം ഒരു കുറവ് അത്രേ ഉള്ളൂ. രാവിലത്തെക്കാളും കുറച്ച് ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മുണ്ടക്കൈയിൽ ഇനിയും വല്ല മൃതദേഹങ്ങൾ അവശേഷിക്കുന്നുണ്ടോ കണ്ടെത്തിയ മൃതദേഹങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്ന്, അതോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനം. നമ്മൾ അവസാനം കൊണ്ടുവന്ന ഈ 18 മൃതദേഹങ്ങളാണ്, ഏതാണ്ട് 22 മൃതദേഹങ്ങൾ. ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് അത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ മൃതദേഹങ്ങൾ അല്ലേ? 22ഓളം മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മളിവിടെ മറുകര എത്തിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള റെസ്ക്യൂ അവിടെ ആന ഇറങ്ങുന്ന പ്രദേശം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രക്ഷാപ്രവർത്തകരുടെയും ഒരു സേഫ്റ്റിയെ ബാധിക്കുന്നതുകൊണ്ട് ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇന്ന് ഈ റെസ്ക്യൂ വർക്ക് നിർത്തുകയാണ്. നാളെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ രാവിലെ ആരംഭിക്കുന്നതാണ്. പിന്നെ ഫയർഫോഴ്സിൻ്റെ കൂടുതൽ ടീമുകളും വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു കണക്ക് ഇപ്പോൾ ഉണ്ടോ എത്ര പേരെന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് പുറത്തെത്തിച്ചത്? കൃത്യമായൊരു കണക്ക് ഇപ്പോൾ പറയാൻ നമുക്ക് കഴിയില്ലെന്ന് തോന്നുന്നു. കൃത്യമായ കണക്ക് നമ്മൾ സേഫായിട്ട് ഇവാക്യുവേറ്റ് ചെയ്ത ഒരു 800ഓളം ആൾക്കാർ ഉണ്ടായിരുന്നു. അവരെ നമ്മൾ ആ ബ്രിഡ്ജിലും കാഷ്വാലിറ്റീന് സിപ്പ് ലൈനിലും ചില കാഷ്വാലിറ്റി ആ ബ്രിഡ്ജിലും നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഈ കണ്ട സിപ്പ് ലൈനിൽ കൂടെ ഡെഡ് ബോഡീസാണ് കൊണ്ടുവന്നത്. അത് ഏതാണ്ട് ഒരു 10-60ഓളം സിപ്പ് ലൈനിൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടിടത്ത് നമുക്ക് സ്വാഭാവികമായി ഇനി കുറച്ച് കൂടുതൽ എക്യുപ്മെൻറ്റ്സ് വെച്ചുള്ള തിരച്ചിലായിരിക്കും നടക്കേണ്ടി വരിക അല്ലേ നാളെ? രണ്ടിടത്തും നമ്മൾ ഇതിന് കൂടുതലായിട്ട് നമുക്ക് വേണ്ടുന്ന മാൻ പവറാണ്. നമ്മൾ വളരെ സ്ലോ ആയിട്ടും വളരെ കെയർഫുള്ളായിട്ടും വേണം ഇതിനകത്ത് അപ്രോച്ച് ചെയ്യാൻ. കാര്യം ഈ കെട്ടിടം ഒക്കെ നിൽക്കുന്നത് ചിലപ്പം തകർന്നു വീഴാനിടയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി അതിനകത്ത് മൊത്തവും മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. കൂടാതെ വലിയ മരക്കഷ്ണങ്ങളുമുണ്ട്, പാറകളുണ്ട്. ഇതെല്ലാം നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് അതിനടിയിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. നാളെ നമുക്ക് രാവിലെ പുലർച്ചെ തന്നെ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. നേരം വെളുത്താലുടൻ തന്നെ കാലാവസ്ഥയും അനുകൂലമാണെങ്കിൽ നമ്മൾ എത്രയും നേരത്തെ തന്നെ ആരംഭിക്കുന്നുണ്ട്. കാര്യം പല സ്ഥലത്തുനിന്നും ആളുകൾ മിസ്സിങ് ആയെന്ന് ഇങ്ങനെ അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് എത്രയും നേരത്തെ തന്നെ വന്ന് രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയായിട്ടാണ്. അദ്ദേഹം വിശദമായൊരു വിവരം നൽകുകയും അല്പം മുമ്പ് രുചീഷ് എനിക്ക് തോന്നുന്നു ആ ഒരു 23 പേരുടെ മൃതദേഹം സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലൊരു വിശദീകരണങ്ങൾ കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു റൂമിലുണ്ടായിരുന്ന എന്ന് പറയുന്ന 23 മൃതദേഹങ്ങൾ അത് ഒരു പക്ഷേ കുറച്ച് പഴയ ഇൻഫർമേഷൻ ആയിരിക്കാം അദ്ദേഹം പാസ് ചെയ്ത് വന്നത്. ആ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും, അതായത് അവിടെ ഉണ്ടായിരുന്ന 800ഓളം ആളുകളെ നമ്മൾ ജീവനോടുകൂടി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ആണ് ഈ നമ്മൾ കണ്ടെത്തിയ മൃതദേഹങ്ങൾ, ആ മൃതദേഹങ്ങൾ മുഴുവൻ നമുക്ക് ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ നിർത്തേണ്ടി വരുന്നുണ്ട്. കാരണം അവർ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ടൊരു സംഗതിയുണ്ട്. നമ്മൾ വളരെ റിസ്ക് പിടിച്ച ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ തന്നെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ്. കാരണം നമുക്കറിയാം രാവിലെ ഈ ഒരു പുഴയുടെ ഒഴുക്ക് ഇതിൽ കൂടുതലായിരുന്നു. ഈ സിപ്പ് ലൈൻ അപ്പുറത്തേക്ക് ബന്ധിപ്പിക്കാനുള്ള ശ്രമകരമായ ദൗത്യം അതെല്ലാം കടന്നാണ് ഇപ്പോൾ ഈ രാത്രി വൈകി ഇപ്പോഴും അവിടെ ആളുകൾ അവശേഷിക്കുകയാണ്. അവരോട് എത്രയും പെട്ടെന്ന് ഇനി തിരിച്ചു വിളിക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. കാരണം അവിടെ ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അവിടെ വളരെ ദുഷ്കരമാണ് ഇനിയുള്ള രക്ഷാദൗത്യം. കാരണം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുടെ ജീവന് പോലും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അത് മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് പൂർത്തിയാക്കാനായി എന്ന് തന്നെയാണോ NDRF സംഘങ്ങൾ വ്യക്തമാക്കുന്നത്?
തീർച്ചയായും, അതായത് കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും 2 റിസോർട്ടുകളായിട്ടാണ് ആളുകൾ കുടുങ്ങിക്കിടന്നത്. അതിൽ മുഴുവൻ ആളുകളെയും ഏകദേശം 800ഓളം ആളുകളെയാണ് നമ്മൾ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചത്. അത് മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ജോലിയായിരുന്നു. 15 മണിക്കൂറോളം അവർ അവിടെ കുടുങ്ങിക്കിടന്നിരുന്നു. അവർ ഒരു അതിജീവനം അവിടെ ഒരുമിച്ച് നിന്ന് സാധ്യമാക്കിയ ആളുകളെ മുഴുവൻ നമ്മളിപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് കാണാൻ കഴിഞ്ഞ മുഴുവൻ ആളുകളെയും അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകളെ പുറത്തെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ ഇപ്പോൾ നിലവിലെ ഘട്ടത്തിൽ പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണ് എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു സംഗതിയുണ്ട്. സ്വാഭാവികമായും ഈ രാത്രിയിൽ നമുക്ക് ഇനി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു സാധ്യമായൊരു ഇടമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വളരെ റിസ്ക് പിടിച്ച ഒരു കാര്യമാണ് ഇനി നമ്മൾ ഇവിടെ തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വളരെ നാരോ ആയിട്ടുള്ള ആ ഒരു മൺഭിത്തിയിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. കാട്ടിനുള്ളിലാണെങ്കിൽ ഇവിടെ വലിയ രീതിയിൽ കാട്ടാന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇനി അവിടെ നിന്നുകൊണ്ടൊരു രക്ഷാപ്രവർത്തനം അസാധ്യമാണ്. പിന്നീട് നമുക്ക് അവിടെ അത്രയും ദൂരത്തുള്ള സ്ഥലത്ത് വൈദ്യുതിയോ മറ്റോ എത്തിച്ച് അവിടെ ഒരു രക്ഷാപ്രവർത്തനം സാധ്യമാക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളിലും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ പുലർച്ചെ മുതൽ തന്നെ അത് ആരംഭിക്കും. കാരണം നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നമ്മളുടെ എല്ലാ സംഘങ്ങളും, അത് സൈന്യമാകട്ടെ, ഫയർഫോഴ്സ് ആകട്ടെ, പോലീസ് ആവട്ടെ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുള്ളൊരു രക്ഷാപ്രവർത്തനമാണ് മുന്നോട്ട് പോയത്. സന്നദ്ധ സംഘടനകൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സന്നദ്ധ സംഘടനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ട്രെയിനിങ് ലഭിച്ച ആളുകളുണ്ട്. അവരടക്കം ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളൊരു രക്ഷാപ്രവർത്തനത്തിൻ്റെ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയത്. സ്വാഭാവികമായും താൽക്കാലികത്തേക്ക് നമുക്ക് അത് അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ട്. അത് ഇനി നമുക്ക് നാളെ പുലർച്ചെ മുതൽ തന്നെ അത് ശക്തമായി ആരംഭിക്കുകയും ചെയ്യും. നമ്മളുടെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഓരോ ആളുകളെയും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ദൗത്യം മുന്നോട്ട് പോവുക. അതിന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് രാത്രി വൈകി ഇത്രയും നേരം തുടരാൻ കഴിഞ്ഞത് ഇവിടെയുള്ള അവരുടെ ആ ഒരു വലിയ ശ്രമപരമായുള്ള ഒരു ദൗത്യമായതുകൊണ്ട് മാത്രമാണ് ഇത്ര നേരം പോലും നമുക്ക് തുടരാൻ കഴിഞ്ഞത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത്. ഇപ്പോഴും ആ രക്ഷാദൗത്യം പൂർത്തിയാക്കി ചില ആളുകൾ ആ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ സ്ഥിരം കാട്ടാന ഇറങ്ങുന്ന ആ ഒരു വലിയ വഴി അടക്കമുള്ള പ്രദേശമാണ്. ആ ഒരു പ്രദേശത്ത് നിന്നാണ് ഇപ്പോഴും ആ രക്ഷാപ്രവർത്തകർ അവരുടെ സ്വന്തം ജീവിതം പണയം വെച്ച് തങ്ങളുടെ സഹോദരങ്ങളെ തേടിയുള്ള യാത്ര താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. അത് അത്തരത്തിൽ കർശനമായൊരു നിർദ്ദേശം കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അവിടെ ഇനി തുടരുക എന്നുള്ളത് വളരെ റിസ്ക്കാണ്. ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ ജീവന് പോലും വലിയ രീതിയിലുള്ള അപകടമുണ്ടാകാൻ സാധ്യത മുൻനിർത്തിയാണ്. കാട്ടിൽ ഇനിയും മണ്ണിടയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ പുഴയിലേക്ക് വലിയ രീതിയിൽ മലവെള്ള പാച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന നിരവധി പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോൾ അവർ തിരിച്ച് ഇറങ്ങുകയാണ്. നാളെ പുലർച്ചെ മുതൽ തന്നെ ഈ ഒരു ദൗത്യം പുനരാരംഭിക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ ഒരു കൃത്യമായ കണക്ക് നമുക്ക് എടുത്തു വരുന്നതേ ഉള്ളൂ. കാരണം അത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ആളുകൾ അവിടെ നമ്മൾ വന്ന സമയത്ത് സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു, അവിടെ BMS-മായി ബന്ധപ്പെട്ടൊരു കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിങ്ങിനെത്തിയ ചില ആളുകൾ, അവരിൽ എത്ര പേർ തിരിച്ചു പോയി എന്നതിൽ വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പലരും മിസ്സായതാണോ, സുരക്ഷിതമായി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നത് കാര്യത്തിലടക്കം ചില അവ്യക്തതകൾ ചില ആളുകളുടെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ സ്വാഭാവികമായും നമുക്ക് എത്ര പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇനിയും നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. നമ്മൾ ആദ്യഘട്ടത്തിൽ പരിഗണന നൽകിയത് കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളതാണ്. അത് ഒറ്റക്കെട്ടായി നമ്മളുടെ എല്ലാ വിഭാഗം ആളുകളും, ഫയർഫോഴ്സ് ആയിക്കോട്ടെ, സൈന്യമായിക്കോട്ടെ, അല്ലെങ്കിൽ പോലീസ് ആയിക്കോട്ടെ, സുരക്ഷ ഈ ഒരു ട്രെയിനിങ് ലഭിച്ച ആളുകളായിക്കോട്ടെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളായിട്ട് അവരെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ മണിക്കൂറുകളിൽ നടന്നത്. ആ മണിക്കൂറുകളിൽ നടന്നതിൻ്റെ ഏറ്റവും അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കാരണം 800ഓളം ആളുകളുടെ ജീവനാണ്
സ്വന്തം ജീവിതം പണയം പിടിച്ചുകൊണ്ട് ഈ ആളുകൾ ഇവിടെ നിന്ന് സുരക്ഷിതമായി ഇപ്പുറത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ആ ഒരു അവസ്ഥ നമുക്ക് ഒരുപക്ഷെ ഈ ഒരു നമ്മുടെ വീഡിയോ ദൃശ്യങ്ങളിലൊന്നും ആ ഒരു പുഴയുടെ ഒഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അങ്ങോട്ട് ഇറങ്ങിയാൽ ആ ഇറങ്ങുന്ന ആളുകളുടെ ജീവൻ അപകടത്തിലാകുന്ന തരത്തിലുള്ള ഭീകരമായ ഒരു ഒഴുക്കുള്ള പുഴയാണ് പുറകിലുള്ളത്. അതിൽ ബന്ധിപ്പിച്ചിരുന്ന പാലമടക്കം ഒലിച്ചുപോയി. ആ ഒരു പ്രദേശത്തേക്ക് കടന്നു ചെല്ലുക പൂർണ്ണമായും അസാധ്യമായ ഘട്ടത്തിൽ വളരെ ശ്രമകരമായി ആ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു. 2 റിസോർട്ടുകളിലായി അഭയം പ്രാപിച്ചിരുന്ന മുഴുവൻ ആളുകളെയും അവരെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും ബലഹീനതയുണ്ടായിരുന്ന അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ ഏറ്റവും വേഗത്തിൽ പുറത്തേക്ക് എത്തിച്ചു. അങ്ങനെ ആ ഒരു രക്ഷാദൗത്യം ഏറ്റവും ആസൂത്രിതമായി നടന്നു എന്നുള്ളതാണ്. കാരണം മനുഷ്യ സഹജമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ഏകോപനവും ഒരു രക്ഷാപ്രവർത്തനവുമാണ് ഇവിടെ നടന്നത്. അത് ഈ വൈകിയ രാത്രിയിലും തുടർന്നു എന്നുള്ളത് നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം സ്വന്തം സഹോദരങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിയാത്ത ഒരു വലിയ കൂട്ടം മനുഷ്യരെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അവർ ഈ രാത്രി വൈകിയും ആ ആണിയിറങ്ങുന്ന ആ കാട്ടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആ പ്രദേശത്ത് നിന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് അതുകൊണ്ട് മാത്രമാണ്. അത് അവർക്കിപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരുന്നത് പോലും അത് വലിയ റിസ്ക്കാണ് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ലഭിച്ചതും അത് തുടരാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടുമാണ്. നമുക്ക് വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ ഇവിടെ കാണാം. അത് അവർ ഫയർഫോഴ്സിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ നേവിക്കൊപ്പവും എല്ലാം അവരും ഇതിൽ പൂർണ്ണ സമയത്തിൽ പങ്കാളികൾ ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഉള്ള ആളാണോ അത് അല്ല വന്നതാ ഈ സന്നദ്ധ സംഘടന സേവനവുമായി ബന്ധപ്പെട്ട് വന്നതാണല്ലേ? ഇവിടെ രാവിലെ മുതലുണ്ടല്ലേ? ഇപ്പം നമുക്ക് അവിടെ 12 അംഗ ടീമുണ്ട് നമ്മളെ കൂടെ. ഓ, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ നാദാപുരത്തുനിന്ന്. അതെ, ഞങ്ങൾ രാവിലെ ഇവിടെ വന്നിരുന്നു. എന്താണ് വേണ്ടത് അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മളാൽ കഴിയുന്നത്. നമ്മൾ ആ ഒരു പ്രദേശത്തേക്ക് എത്തിയിരുന്നോ? അവിടെ എത്താൻ പറ്റിയിട്ടില്ല. അവിടെ അങ്ങോട്ട് മിലിറ്ററി ഇവിടുന്ന് അതെ 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 ആംബുലൻസോ ആയിക്കോട്ടെ എല്ലാ ടീമിനും വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. കൂടുതൽ തെരച്ചിൽ നമ്മളെ ടീം ഇവിടെ ഇവിടെ റിസോർട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടക്കമുള്ള സജ്ജീകരണം ചെയ്തു. എല്ലാ സജ്ജീകരണത്തോടെയാണ് നമ്മളെ വണ്ടി വന്നത്. തീർച്ചയായും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ ഒരു ദുരന്തമുണ്ടായി അത് അറിഞ്ഞ സമയത്ത് തന്നെ ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ള ഇവർ നാദാപുരത്ത് നിന്നെത്തിയ ആളുകളാണ്. അവരെ സംബന്ധിച്ചോളം ആ ഒരു വിഷയം അറിയുന്നു. അവർ സന്നദ്ധ സേവന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ ഒരു സേവനവുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് ലഭിച്ച ആളുകളാണ്. അവർ അപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നു. അവരുടെ കൈവശമുള്ള ആംബുലൻസ് അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായാണ് ഇങ്ങോട്ട് ഓടിയെത്തുന്നത്. അങ്ങനെ വിളിച്ചു പറയേണ്ടത് ഇല്ലാത്ത രീതിയിൽ ഈ പരിസരത്തുള്ള മനുഷ്യർ മുഴുവൻ ഓടിയെത്തിയതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് ഇത്രത്തോളമെങ്കിലും ഇത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അങ്ങനെ ഒരു ദുരന്തമുഖത്തേക്കാണ് ഇവിടെ മുമ്പും വലിയ ദുരന്തമുണ്ടായ ഒരു പ്രദേശമാണ്. ആ ദുരന്തമുഖത്തേക്കാണ് തങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് തങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അതുമായി ഒരു കൂട്ടം മനുഷ്യർ ഓടിയെത്തിയത്. ആ മനുഷ്യർ നടത്തിയ അധ്വാനത്തിൻ്റെ ഫലമാണ് എന്തായാലും ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നമുക്ക് നിലവിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഇവരെല്ലാവരും ഇവിടെ തുടരാൻ ഈ രാത്രിയിലും തുടരാൻ സന്നദ്ധരാണ്. പക്ഷേ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അത് അവരുടെ ജീവനടക്കം അപകടത്തിലാക്കുന്ന ഒരു ഘട്ടമെത്തും. അതുകൊണ്ട് മാത്രം നിലവിൽ അത് അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടി വന്നിട്ടുള്ളതാണ്. അത് നിലവിൽ ഈ രാത്രിയിൽ നമുക്ക് തുടരാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും തൽക്കാലത്തേക്ക് നമ്മൾക്ക് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് അത് നമുക്ക് അങ്ങനെ മാത്രമേ നിലവിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇത്രത്തോളം മനുഷ്യർ, 100 കണക്കിന് മനുഷ്യർ അവരുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്താനായി ഇത്രയും മണിക്കൂറുകളായി ഇവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-18 മണിക്കൂറുകൾ ഒരു ദിവസത്തോളം എത്തിയിരിക്കുകയാണ്. ഒരു പ്രയാസവും കൂടാതെ അവർ ഇപ്പോഴും ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ്. നാളെ പുലർച്ചെ മുതൽ തന്നെ ഇത് പുനരാരംഭിക്കാനുള്ള സന്നദ്ധതയുമായി അവർ ഇവിടെ ഏതായാലും ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്.